ഈ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ചില ആൾക്കാരൊക്കെ ഡോക്ടറെ അടുത്തൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. പുറത്തുനിന്നൊക്കെ നോർമലായിരിക്കും. ആ ഒരു ചിലർക്ക് നമുക്കൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ, ഒരു ഭയം എത്രമാത്രം നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നതിന് ഏറ്റവും വലിയ തെളിവാണ് വൈറ്റ് കോട്ടർ ഹൈപ്പർ ടെൻഷൻ. എന്തെങ്കിലും അസുഖം ഉണ്ടാകുമോ എന്നൊക്കെ പേടിച്ചിട്ട് വരുന്നവർക്കാണ്. ശരിക്കും ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്നറിയോ? ശരിക്കും നമ്മൾ കൺസൾട്ടിങ് റൂമിൽ വെച്ച് ഉണ്ടെങ്കിലും ഞാനൊക്കെ എന്താ ചെയ്യുക പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്ത് വരും, എന്നിട്ടൊന്ന് നോക്കാമെന്ന് പറയും. അപ്പോഴേക്ക് മിക്കവാറും ആൾക്കാരതൊക്കെ നോർമലായിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ കുറേ തമാശയൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ കുറയുന്നതും കാണാൻ പറ്റും. വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർക്ക് പിന്നീട് ബ്ലഡ് പ്രഷറൊക്കെ കൂടാൻ സാധ്യത ഉള്ളവരാണ്. അതുമാത്രമല്ല അവർക്ക് മറ്റു റിസ്ക്കും വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ, അവർ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ വേണമെങ്കിൽ ഒരു ബ്ലഡ് പ്രഷർ മോണിറ്റർ ഉണ്ടല്ലോ, ഇലക്ട്രോണിക് മോണിറ്ററൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊന്ന് വീട്ടിൽ വാങ്ങി വെക്കുന്നത് നല്ലതാണ്. ഓരോ സമയത്തും എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ എന്നൊക്കെ നിരീക്ഷിക്കുക. മാനസിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ വരുന്നത്, നമുക്ക് സന്തോഷിച്ചിരിക്കുമ്പോൾ എന്താ വരുന്നത്, കുട്ടിയോടൊക്കെ കളിച്ച് കഴിഞ്ഞാലൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് സ്വയം തന്നെ നിരീക്ഷിക്കാൻ സാധ്യമാവുകയും ഇനി എന്തെങ്കിലുമൊക്കെ പലപ്പോഴും കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനും പറ്റും. ഓക്കെ, ബി ഹെൽത്തി, ബൈ.